നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ക്യാബേജ് ആൻഡ് ഗ്രീൻ പീസ് പൊരിയലാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടി ചതച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ജീരകം ചേർക്കാം. അടുത്തത് നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജാണ് ചേർക്കണത്. ക്യാബേജ് ചേർത്തതിനോടൊപ്പം നമുക്ക് കുറച്ച് ഗ്രീൻ പീസും ചേർക്കാം. എല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ക്യാബേജും ഗ്രീൻ പീസും വേവിക്കാൻ വെക്കാം. നമുക്കിത് ഒരു 9 to 10 മിനിറ്റ്സ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. ക്യാബേജ് വേവിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾസോ ഞാനിതിൽ ആദ്യമേ ഉപ്പ് ചേർക്കണില്ല. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ക്യാബേജിൽ നിന്ന് തന്നെ കൂടുതൽ വെള്ളം റിലീസാവും. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ക്യാബേജ് നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ക്യാബേജ് ഒരു 95% വരെയൊക്കെ വേവിക്കാറുള്ളൂ. അങ്ങോട്ട് ഫുൾ 100% വേവിക്കാറില്ല. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ക്യാബേജ് ഒരു നല്ലോണം കടിക്കാൻ കിട്ടും. അത് ഒരു ഡിഫറൻറ്റ് സ്വാദാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിനി അടുത്തത് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ചേർക്കാം. തേങ്ങയും പച്ചമുളകും മിക്സിയിൽ ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം പൾസ് മാത്രം ചെയ്തെടുത്താൽ മതി. അധികം അരച്ച് പേസ്റ്റ് ആക്കാൻ പാടില്ല. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി. നമ്മളുടെ പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർക്കണത്. ഈ റെസിപ്പിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല. ഇതൊരു വൈറ്റ് കളർ പൊരിയൽ തന്നെയാണ്, അതുകൊണ്ടാണ്, അല്ലാണ്ട് മറന്നിട്ടല്ല. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, ക്യാബേജും ഗ്രീൻ പീസിൻ്റെയും കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സ്വാദായിരിക്കും. ഇത് സാമ്പാർ സാദം, രസം സാദത്തിൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.